നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത്. ഏത് മീനാണെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ വരാൽ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഇല്ല, ഒരു 10-300 ഗ്രാമേ ഉള്ളൂ. നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിലുള്ളത് തയ്യാറാക്കാം. ഒരു പഴുത്ത തക്കാളി, പിന്നെ ഒരു 10-12 ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലിടാം. പിന്നെ എരിവിന് ആവശ്യമായ എരിവുള്ള മുളകാട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിത്തല. നമുക്കിതെല്ലാം കൂടി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വേണ്ട, ഇതേ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. ഇനി അതിന്ന് ആവശ്യത്തിനുള്ള മസാല എടുത്തിട്ട് ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് മീനാണോ അതിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കണം. മുഴുവൻ മസാലയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് മീനിനനുസരിച്ച് നിങ്ങൾ മുളകിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം. ഇനി നമ്മളിതിൽ സാധാരണ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. ഈ പിരിയമുളകും നമ്മുടെ ഉണക്കമുളക് മാത്രമേ ചേർക്കണുള്ളൂ. കുരുമുളകിൻ്റെ പൊടി എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർക്കണ്ട. കുരുമുളകിൻ്റെ ഒരു പൊടിയാണ് ഇതിലേക്ക് ടേസ്റ്റ്. നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എത്ര നേരം, ഇപ്പോൾ ഇന്ന് നമ്മൾ മുളക് തിരുമ്മി നാളെ വറക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ നമുക്ക് അത്രയൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇങ്ങനെ നല്ല മാംസമുള്ള മീനാകുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് നേരം മസാല തിരുമ്പി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഉള്ളിലേക്ക് നല്ലോണം ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, സമയമില്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാ മീൻ ഇവിടെ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മത്തിയോ അയില ഏത് മീനായാലും കുഴപ്പമില്ല, ഇതേപോലെ മസാല തയ്യാറാക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തക്കാളിയൊക്കെ അരച്ച് ചേർത്തതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനൊരു പുളിപ്പും ഉപ്പും എല്ലാം പിടിച്ചിട്ട്, പിന്നെ നമ്മൾ വിനാഗിരി നാരങ്ങയുടെ നീരൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി മീനൊക്കെ അങ്ങനെ സോഫ്റ്റായിട്ട് വരും. നല്ല സോഫ്റ്റാവും ഏത് മീനും. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റൊക്കെ മതി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഒന്ന് മറിച്ചിടുക. ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് ഈ വറുത്ത മീൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. സോസ് പാനിൽ നമ്മൾ സാധാരണ മരത്തിൻ്റെ ചട്ടകാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. പക്ഷേ ഈ മീനൊക്കെ നമുക്ക് എടുത്താൽ ഇങ്ങനെ കിട്ടണമെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടകം തന്നെ വേണം. അതിങ്ങനെ പാൻ കോരാതെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം നാശമാവും നമ്മൾ സ്റ്റീലിൻ്റെ ചട്ടകമൊക്കെ ഉപയോഗിക്കുമ്പോഴേ. അപ്പോൾ മീൻ ഇവിടെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലേക്കില്ലേ നമ്മൾ മുഴുവൻ മസാല മീനിൽ തിരുമ്പിയിട്ടില്ലല്ലോ, അത് ബാക്കിയുള്ളത് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു സോസ് തയ്യാറാക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത്, കുറച്ച് വെള്ളം, അധികമൊന്നും വേണ്ട. നമ്മുടെ ഈ മസാല നല്ലോണം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി ഉപ്പൊക്കെ കുറച്ച് കുറവുണ്ട്, കുരുമുളക് കുറച്ച് കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. ചെറിയ കുഞ്ഞമത്തി കിട്ടുകയാണെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഫ്രണ്ട്സ്. ഇനി ആ മസാലയിലേക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അത്രയേ വേണ്ടൂ. നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മീൻ വറുത്തൊക്കെ കിട്ടാറില്ലേ, അതേ ടേസ്റ്റ് ഈ ഷാപ്പുകളിലൊക്കെ കിട്ടും. കള്ള് ഷാപ്പുകളിലൊക്കെ കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. കഴിച്ചിട്ടില്ല, പക്ഷേ കിട്ടും. അതേപോലത്തെ ഒരു മീൻ വറവാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ ഏത് മീൻ കിട്ടിയാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നും. ഇത്രയേ ഉള്ളൂ.
രുചികരമായ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭവമായിട്ട് നാളെ വരാം.